പെൻഷൻ ക്രമക്കേടിനെതിരെ കോട്ടക്കൽ നഗരസഭയിൽ യൂത്ത് ലീഗ് പ്രതിഷേധം. വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ചെയ്യുന്നു. വിപിൻ സി, BMW കാരന് പോലും പെൻഷൻ കിട്ടിയ സംഭവത്തിൽ യുവജന സംഘടനകളടക്കം പ്രതിഷേധം ശക്തമാക്കുന്നു. വിശദാംശങ്ങൾ. ഇപ്പോൾ കോട്ടക്കൽ നഗരസഭയിലേക്കാണ് യൂത്ത് ലീഗിന്റെ ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷയുടെ മുറിക്ക് പുറത്താണ് യൂത്ത് ലീഗിന്റെ സമരം നടക്കുന്നത്. ഇപ്പോൾ ഇത് UDF ഭരിക്കുന്ന നഗരസഭയാണ്. യൂത്ത് ലീഗാണ് സമരം നടത്തുന്നത്. യൂത്ത് ലീഗ് പ്രധാനമായും ഉന്നയിക്കുന്നത് ചില ഉദ്യോഗസ്ഥർ നഗരസഭയെ മോശമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം. അതിന്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധ മാർച്ചുമായി ആദ്യം യൂത്ത് ലീഗ് രംഗത്ത് എത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ പ്രധാനമായും ഉയർന്നിരിക്കുന്നത് ഇവിടെ അനർഹരായ ഏകദേശം 38ഓളം പേർ ഒരു വാർഡിൽ തന്നെ അനർഹമായിട്ടുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഒരു ധനവകുപ്പിന്റെ കണ്ടെത്തലാണ്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ പറയുന്നത് അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കണം. അവരുടെ ഒരു അന്വേഷണത്തിൽ ഇത് ബോധ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഇവരുടെ ഒരു വിശദീകരണം. നഗരസഭയിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടായതിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം പങ്കെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. നഗരസഭയെ മോശമാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണവുമായി പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം വന്നത്. കാരണം 43 അപേക്ഷകളിൽ 38 പേരും അനർഹമായിട്ടാണ് ഇത്ര കാലം ഒരു ക്ഷേമ പെൻഷൻ വാങ്ങിയത് എന്നുള്ളതാണ് ഇതിലുള്ളത്. അതിൽ കൗൺസിലർ നൽകുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം 7ാം വാർഡിനെതിരെ മാത്രം വന്നത് എന്നുള്ളതാണ്. BMW കാർ അടക്കം ഉള്ളവർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഇതിന്റെ അന്വേഷണമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു സമരമുഖവുമായി കോട്ടക്കൽ നഗരസഭ മാറുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട്. 5700ഓളം പേരാണ് കോട്ടക്കൽ നഗരസഭയിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അതിൽ ഇപ്പോൾ 7ാം വാർഡിനെതിരെയാണ് ആദ്യ ആരോപണം വന്നിട്ടുള്ളത്. 32 വാർഡുകളാണുള്ളത്. ഈ 32 വാർഡുകളിലും കൃത്യമായ പരിശോധന നടത്തണമെന്നുള്ളത് തദ്ദേശ വകുപ്പിന് ഇതിനോടകം തന്നെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോട്ടക്കൽ നഗരസഭയിൽ വരും ദിവസങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള പരിശോധന ഈ 32 വാർഡുകളിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനിടയിൽ പ്രതിഷേധവുമായും രംഗത്ത് വരികയാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ. ഒപ്പം തന്നെ യൂത്ത് ലീഗും ഇപ്പോൾ UDF ഭരിക്കുന്ന കോട്ടക്കൽ നഗരസഭയ്ക്കെതിരെ രംഗത്ത് വരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വരുന്നു. നഗരസഭയെ മോശമാക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ആവശ്യത്തിലധികമുള്ളവൻ അനധികൃതമായി പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ കോട്ടക്കൽ നഗരസഭയിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് കണ്ടത്. അവിടെ UDF ഭരിക്കുന്ന നഗരസഭയെ മോശമാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് ഭരണമുന്നണിയിൽ അടക്കമുള്ള യൂത്ത് ലീഗ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.